ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. പനീർ ബട്ടർ മസാലയാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായി ഉരുകി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഒരു കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത്ര അളവ് വേണ്ട, കുറച്ചുകൂടി കുറവിട്ടാൽ മതി, അല്ലെങ്കിൽ നല്ല എരിവായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം കറുവാപ്പട്ടയും ഒരു ഗ്രാമ്പു ഒരു ഏലക്ക അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പീസാക്കി വെച്ചിരിക്കുന്ന പനീർ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരുവിധം ഫ്രൈ ആയി വരുന്നത് വരെ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ബാക്കി മിശ്രിതങ്ങളൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് ഈ പാനിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ അതിലേക്ക് 2-3 കഷ്ണം കറുവാപ്പട്ടയും 2-3 ഏലക്കയും 2-3 ഗ്രാമ്പും ഒക്കെ കൂടെ ഇടുവാണേ. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 3 സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. രണ്ട് പച്ചമുളക് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഒരുവിധം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. വീണ്ടും അത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൂടി ചേർക്കുക. അപ്പോൾ ബട്ടർ മസാലയ്ക്കുള്ള മിശ്രിതം തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ആറിയ ശേഷം മിക്സിയിൽ നമുക്ക് നന്നായി അടിച്ചെടുക്കാം. വീണ്ടും പാനിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ടൊമാറ്റോ സോസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു കസ്തൂരി മേത്തിയും കുറച്ച് മല്ലിയിലയും ഒക്കെ ഇതിന് മുകളിലേക്ക് നമുക്ക് വിതറി കൊടുക്കാം. അപ്പോൾ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ഒക്കെ ചേർത്ത് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും നന്ദി.